സൈഡിലൊരു ഹോബി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി ചേരുന്നില്ലേ. ദിയ കൃഷ്ണയുടെ വ്ളോഗ് ഇപ്പം ഇൻട്രോയ്ക്ക് നമ്മുടെ പേരിൽ വെച്ചിട്ടുണ്ട്. പേരിൽ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കാനൊന്നുമല്ല, നേരത്തെ നമ്മൾ പേരിൽ വെച്ചൊരു വിഷയം കമ്പയർ ചെയ്ത് സംസാരിച്ചിട്ടും ഉള്ളതാണ്. ജസ്റ്റ് പേരിലയുടെ ഒരു കൊടുത്തതേ ഉള്ളൂ. ബാക്കി ഞാൻ കഥയിലോട്ട് വരാം. നമ്മുടെ ദിയ കൃഷ്ണയുടെ ഒരു വ്ളോഗ് 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയം തന്നെ ഇരുന്ന് കണ്ടതാണ്. പക്ഷേ എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ, ഇപ്പം അതിനൊരു സമയം കിട്ടി, അത് ചെയ്യാമെന്ന് തന്നെ കരുതി. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് സ്വന്തം ചേച്ചീനെയും അനീതിമാരെയൊക്കെ പൂഴ്ത്തി അടിക്കുന്നു, അമ്മേനെ പൂഴ്ത്തി അടിക്കുന്നു. എന്താണെന്നറിയത്തില്ല, ഇത്രയും അച്ചടക്കമായിട്ട് സംസാരിക്കുന്ന ഒരു ദിയെ ഞാൻ ഈ അടുത്ത സമയത്തൊന്നും കണ്ടിട്ടില്ല. ഇല്ല, ജീവിതത്തിലെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വ്ളോഗിൽ പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ നല്ല പക്വതയോടെ തന്നെ. കാരണം എന്താണെന്നറിയാമോ, ഇവർക്കൊക്കെ നിന്ന് പോകണമെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ വേണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാർ അതെങ്ങനെയാണ് അതിന് ശരിയാവുമെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? സബ്സ്ക്രൈബേഴ്സാണ് മെയിനായിട്ട് ഇവർക്ക് വേണ്ടത്. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതുപോലുള്ള വീഡിയോസൊക്കെ കുത്തിപ്പൊക്കി വരുമ്പോൾ നിങ്ങൾ നേരെ പോകുക എങ്ങോട്ടാണ് പോകുന്നത്? ഇവരുടെ വീഡിയോസിലോട്ട് പോകുന്നത്. പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടും. ബാക്കി കാണാത്തതെല്ലാം അവിടെ കാണുമല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്യ പിന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കണം. ഇന്ന് മൺഡേയാണ്, ഒരു ഹൈപ്പ് എനിക്ക് തരണം. ലൈക്ക് അടിച്ചിട്ട് ഒരു ഹൈപ്പ് എനിക്ക് തന്നേര്. ഓക്കെ, ഫേസ്ബുക്കിൽ കാണുന്ന ഒരു ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്തോ. എന്നാൽ ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് വെക്കാം. എത്രയൊക്കെ നിങ്ങൾ പഠിപ്പിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ഫാമിലി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം എനിക്ക് ചിലപ്പോൾ ഒരു മനസ്സറിഞ്ഞേക്കാം, ഞാനങ്ങനെ അലിവോളിയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ മറ്റുള്ളവർക്ക് അതാവണമെന്ന് തോന്നത്തേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ അമ്മൂമ്മ പറഞ്ഞത് ഓക്കെ, അത് മാത്രമല്ല അപ്പോൾ പിന്നെ തല്ലുന്ന വീഡിയോ അയച്ചു കൊടുക്കുക, ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ പേഴ്സണലി അവർക്ക് അയച്ചു കൊടുക്കുക, കാണുന്നവർക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് ഞങ്ങളെല്ലാത്തിനും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി എന്ന് പറയുകയും ചെയ്യും. ഈ കീഴിക്കൂട്ടിട്ട് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് നിങ്ങളുടെ ചേച്ചിയാണെങ്കിലും എന്താ പറയട്ടെ, ഈ പറയുന്ന അമ്മയാണെങ്കിൽ പോലും ആ കുടുംബത്തിൽ ഇച്ചിരി റെസ്പെക്ട് ഉള്ളത് ഈ പറയുന്ന അഹാനയ്ക്കായിരുന്നു. ഇപ്പോൾ അഹാനയും അതുകൊണ്ട് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അഹാനേക്കാളും താൻ ബെറ്ററാണ് എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. എന്തായാലും നമുക്ക് ചേച്ചിയുടെ വീഡിയോ ഒന്ന് കാണാം. പിന്നെ നമ്മുടെ പേളി ചേച്ചിയും കൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു സൈഡിലൊരു ഹോബി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെ ഞാൻ വ്ളോഗ് ഇട്ട് പോകും. ഈ വ്ളോഗ് ഇടുന്നത് എന്തിനായിരുന്നു? മണിക്ക് വേണ്ടി തന്നെ ആയിരുന്നല്ലോ. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനോ അവിടെ പോകാനോ എല്ലാത്തിനും നിങ്ങൾക്ക് അതിന് തന്നെ വേണം. ഇപ്പം നിങ്ങൾക്ക് അതൊരു നേരപ്പോക്കായി കാണുമായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു പ്രൊമോഷന് വേണ്ടിയാണ് മെയിനായിട്ട് ഇട്ടത്, ഒരു മെത്തേഡ് പ്രൊമോഷന് വേണ്ടി അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ അശ്വിൻ്റെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് കയറ്റിവിടുക, അത് കയറ്റിവിടുക, ഇത് കയറ്റിവിടുക, ചേച്ചിയുടെ കാര്യം പറയാം. അപ്പോൾ ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും, സംസാരിക്കും. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നല്ല രീതിയിൽ. ഇതിലൂടെ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നു. അതാണ്, അല്ലാതെ ഞാൻ എന്താ പറയാ ആരെയും വെറുപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് ഇടുന്നതല്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അശ്വിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഓമിക്കുട്ടിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ ഫാമിലി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വ്ളോഗ് ഇടുന്ന ഒരാളാണ്. 1 സെക്കൻഡ് സ്വിഗ്ഗി വന്നു. നമ്മൾ സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴാണ് സ്വിഗ്ഗി വന്നത്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയത്. കാരണം അശ്വിൻ്റെ കയ്യിൽ ഓമിക്കുട്ടൻ ഇരിക്കുകയാണ്. ഞാൻ തുണി തേച്ചുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പം നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെയൊക്കെ വ്ളോഗിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയോ അമ്മയുടെയോ ഒക്കെ വ്ളോഗിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഇപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നിങ്ങളെ വെറുത്ത് പോയത്, അങ്ങനെ പറയണം. അങ്ങനെയാണ് പറയേണ്ടത്. അല്ല നിങ്ങളുടെ രീതിയോ സ്വഭാവങ്ങളോ ഒന്നുമല്ല. പണ്ടൊക്കെ നിങ്ങളുടെ ബ്ലോഗ് കാണുമ്പോൾ എല്ലാം പോസിറ്റീവ് കമൻസും കാര്യങ്ങളുമാണ്, ഫുൾ പോസിറ്റീവ് സാധനങ്ങളൊക്കെ തന്നെയാണ്. ആവശ്യമുള്ളവർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ചിന്തിച്ചാൽ മാത്രം മതി. ചോദിച്ചാൽ ഇപ്പൊ ഭൂമിയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തവരെ എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അവരുടെ വീട്ടിന്റെ പുറത്തിറങ്ങിച്ചത് കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിന്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് പോയി നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടെന്ന് അവിടെ പൊട്ടനാവുന്ന നമ്മൾ അവരുടെ സത്യത്തിൽ ഒരു ബിഗ്ഗസ്റ്റ് ഫാനാണ്. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ആളുടെ വീട്ടിൽ വെളിയിൽ നമ്മൾ എന്തിനു പോയി നിന്ന് കല്ലെറിയണം? നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതേപോലെ ഇപ്പം എന്നെ എന്നല്ല, ഏതൊരു യൂട്യൂബറോ ഏതൊരു പബ്ലിക് ഫിഗറോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വെരി സിമ്പിൾ. നമുക്കിപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ അതിന്റെ മോണ്ട് സാധനം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഡോണ്ട് ഷോ ദിസ് ചാനൽ ടു ബി എന്ന് കാണിച്ചിട്ട് പിന്നെ നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോയോ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് മൈ വ്ളോഗ് ഫോർ യു ടിൽ ദാറ്റ് ലാസ്റ്റ് പേഴ്സൺ സേസ് ഡോണ്ട് അപ്ലോഡ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മാത്രമല്ല, അതെന്തായാലും പോസിബിൾ അല്ല. സത്യം പറഞ്ഞല്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ആരാണ് ഈ പറയുന്ന ദിയയ്ക്കാണെങ്കിലും അറിയാം. ലാസ്റ്റ് എന്തുവാണ് കൂടുതൽ നിങ്ങളുടെ ഫാമിലി കാണുമായിരിക്കും, ഒരു 4 പേര്, അല്ലെങ്കിൽ അതായത് അവസാനം നിങ്ങളുടെ കുടുംബക്കാർ പറയേണ്ടി വരും നീ ഈ വ്ളോഗ് നിർത്തേണ്ടി ആയിരിക്കും നല്ലതെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിർത്തണം. അല്ല ലാസ്റ്റ് സബ്സ്ക്രൈബർ എന്നൊക്കെ പറയുമ്പോഴേ എല്ലാം പറയണമല്ലോ. അപ്പം എന്തായാലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എന്തായാലും 4 സബ്സ്ക്രൈബേഴ്സ് 5 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും അവിടെ വീട്ടിൽ കാണുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. നടക്കാത്ത ഓരോരോ കാര്യങ്ങളെ അവരെയുള്ള എല്ലാവരും അവരവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പോൾ ഏതൊരു ഇൻഫ്ലുവൻസറോ ഏതൊരു വ്ളോഗറോ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതൊരാൾക്ക് ഫേക്ക് ചെയ്യാതിരിക്കാം. മനസ്സിലായില്ല? ഇപ്പൊ ഞാൻ ലോകത്തെ ഏറ്റവും നല്ലൊരാളായിട്ട് എനിക്ക് പോർട്രേ ചെയ്ത് എനിക്ക് വീഡിയോ ഇട്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇപ്പൊ നിങ്ങളെല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരാളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാം.
മനസ്സിലായില്ലേ? ബിക്കോസ് അത്രേ ഉള്ളൂ. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മായാജാലം പിടിച്ചൊരു ലോകം. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ആ ഒരു മായാജാലം ലോകത്തോടെ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന കൊട്ടാരങ്ങൾ വരെ പണിത് ഒരു നിലയിലായത്. ഇനി നിലയിലായത് തന്നെ സ്വന്തമായിട്ട് ഓബയോസി അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അതൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് കിട്ടിയത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ എടുത്തുചാട്ടം, നിങ്ങളുടെ സംസാര രീതിയൊക്കെ തന്നെ. ഇപ്പം നിങ്ങൾ ഇത്രയും പക്വതയോടെ സംസാരിക്കുന്നുണ്ടല്ലോ, ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അന്ന് അശ്വിൻ്റെ അമ്മയ്ക്ക് കൊടുത്തായിരുന്നെങ്കിലോ? എന്തുകൊണ്ട് കൊടുത്തില്ല? നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ബർത്ത്ഡേ ആണ്, എനിക്ക് ഈ ഫോട്ടോസും അത് ഇത് എടുക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ഫോട്ടോ അത് പിന്നെ ഫുഡ് അത് ഇത് ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം മതി. എന്നിട്ട് നിങ്ങളുടെ ഫാമിലി ഉള്ളവർ തന്നെയാണ് അന്ന് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തായിരുന്നല്ലോ. ഇത്രയും ചിന്തിച്ചാൽ മതി. സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയും ഒക്കെ വിളിക്കാമായിരുന്നു, അമ്മയും അച്ഛനെയൊക്കെ. എന്തുകൊണ്ടാണ് നിങ്ങളത് വിളിച്ചില്ല? നിങ്ങൾ വന്നിട്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ വരുന്നിട്ട് ഇത്രയും ഉപദേശങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനോട് ഒരു യോഗ്യത ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു യോഗ്യത. ഇപ്പം നിങ്ങൾ എത്ര മെച്യൂരിറ്റി ആയിട്ട് സംസാരിച്ചാൽ പോലും നിങ്ങളെ ആരും അംഗീകരിക്കില്ല. പറഞ്ഞു മനസ്സിലായി? എത്ര മെച്യൂരിറ്റി ആയിട്ട് നിങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എത്ര രീതി എടുത്താലും ഇവിടുത്തെ ഓഡിയൻസിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഒരു കാര്യം, എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ സത്യമേ പറയാൻ നോക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു രേണുവിൻ്റെ കോണ്ടന്റിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാം പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ആരും അത് വിശ്വസിക്കുന്നില്ല. അതങ്ങനെയാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആൾക്കാർ അപ്പാൻ്റെ മുകളോട്ട് വിടും, താഴോട്ട് വിടും, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ പല കള്ളങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതൊക്കെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ബാക്കി കൂടെ വെക്കാം. എല്ലാ വ്ളോഗേഴ്സും എന്താ പറയാ യൂട്യൂബേഴ്സും നിങ്ങളിപ്പോ അവരെ കണ്ടിട്ട് നമ്മളിപ്പോ വന്നിട്ട് നിങ്ങൾ അവരെ പോലെ ആവും ഇവരെ പോലെ ആവും ദേവി ഫസ്റ്റ് കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഇപ്പം ഈ കമ്പയർ ചെയ്ത് സംസാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ പേർലി മാണി വെച്ച് ചേച്ചിനെ ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് വീഡിയോ ആണെന്ന് വെച്ചാൽ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പേർലി മാണി ചേച്ചി അറിയാത്തവരാരുമില്ല. മാണി ചേച്ചി പേരിലാണ്. സത്യം പറഞ്ഞാൽ മാണിയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു മനുഷ്യർ പോലും കയറുന്നുമില്ല. 3, 4, 5 ലക്ഷം പോയ വീഡിയോസിലൊക്കെ 20,000 വ്യൂ മാത്രമേ ഉള്ളായിരുന്നു. മാണി ചേച്ചി ഇനി വന്ന് കുറച്ച് കരച്ചിലും വീഴ്ചയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തിരിച്ച് കയറിക്കോളും. അങ്ങനെയാണ് നമ്മുടെ മലയാളികളെ പറ്റിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഉള്ള കാര്യം പറയാലോ. കാരണം അങ്ങനെയാണ് മലയാളികൾ. ചിലപ്പോൾ അവരുടെ ആത്മാർത്ഥത കൊണ്ടായിരിക്കാം ആൾക്കാർ വന്ന് പറ്റിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പേർലി മാണിയുടെ ഈ വീഡിയോ ആണ് ഞാനീ പറഞ്ഞത്. അല്ല നീ വന്നിട്ടാണ് എന്റെ കാര്യത്തിൽ ഓൾറെഡി ഇതുണ്ട്. എന്താ പറഞ്ഞത്? രഞ്ജുയുടെ കഴുത്തിലിടാനോ? എന്റെ മാലയാ അത്. എന്തിനു കഴുത്തിലിട്ടോ? ഇത് എനിക്കൊന്ന് എനിക്കറിയത്തില്ല. അതെ നോക്കട്ടെ. बहुत अच्छा. ഇഷ്ടായോ? വെളിച്ചത്തിൽ പിന്നെ നോക്കട്ടെ. നല്ല മല കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് എന്റെ എല്ലാ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയും നല്ല മല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് രഞ്ജുയുടെ മാലയാ. അത് കണ്ട് ഇമോഷണൽ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇമോഷണൽ ആയ ഒരു വ്യക്തിയായിരുന്നു. ഈ ഇടയ്ക്ക് ഈ ദിയ കൃഷ്ണയെ പേർലി മാണി വെച്ച് ആൾക്കാർ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ അടുത്ത സമയത്തൊക്കെ. ഞാൻ എന്തെടുത്തെന്നറിയാവോ? അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വിഷയം കാണുന്നതും. ഈ അശ്വിൻ്റെ അമ്മയുണ്ടല്ലോ, അശ്വിൻ്റെ അമ്മയെ മോശമായിട്ടുള്ള രീതിയിൽ പറയാതെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ വന്ന സമയമാണ്. പേർലി എനിക്ക് തോന്നുന്നു നൈസായിട്ട് കുട്ടും അങ്ങോട്ട് ചെയ്തതാണ്. പേർലി മാണി നൈസായിട്ട് അത് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ചെയ്ത്. അപ്പോൾ എന്തായാലും വ്ളോഗേഴ്സ് ഇത് എടുത്തുകൊണ്ട് പോകുമല്ലോ. നമ്മൾ അതും വെച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പുള്ളിക്കാരി മുമ്പ് പറഞ്ഞൊരു സംഭവം. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പല ആൾക്കാർക്ക് അത് മനസ്സിലായോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് പേർലിക്കിട്ടാണ് നൈസായിട്ട് കൊട്ടിയത്. എനിക്ക് ഗോൾഡ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന അത് പ്രതീക്ഷിച്ചില്ല. എനിക്ക് നല്ല രസമില്ല, അവർക്ക് ചേരുന്നില്ലേ? വൺ മോർ തിങ് ഉണ്ട്, ഇത് നിനക്കാണ്. മറ്റേ സെക്കൻഡ് ഇതാണ് ഞാൻ ആദ്യം എടുത്തത്. ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു വീഡിയോ ആണ് വെച്ച് നമ്മൾ 2-3 ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാ ആലോചിക്കുന്നത് എല്ലാം കണക്ക് തന്നെ. അതാണ് തോന്നുന്നത് ദിയ നൈസായിട്ട് പറയാൻ ചെയ്യുന്നത്. എല്ലാവരെയും ഒന്നും അത്ര എന്താ പറയുക വെട്ടിപ്പല്ല എന്നുള്ള രീതി ചേച്ചി പറയാതെ പറയുന്നത് അതൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് പേർലി മാണിയെ കുറിച്ച്? അതും കൂടെ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കൂട്ടത്തിൽ ആരായിരിക്കും ബെറ്റർ എന്നുള്ള രീതിയിലാണ്. എനിക്കിപ്പം ആ പിള്ളേരുടെ കാര്യം വന്നപ്പോൾ തൊട്ട് എനിക്ക് പേർലിയോട് ഭയങ്കര ദേഷ്യമാണ്. സീരിയസ് സത്യസന്ധമായിട്ട് പറയാമല്ലോ. അത് മനുഷ്യനെ ആക്കിയിട്ട് ഒന്നും അറിയാത്തവരെ പോലെ വന്നിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സംസാരിച്ച് അതെല്ലാം സംസാരിച്ചാണ് ഇപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് എനിക്കൊന്നും അറിയില്ല എൻ്റെ രാമ, എൻ്റെ കൃഷ്ണ, എൻ്റെ ഉണ്ണിയെ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ഫീല്.
ഓക്കെ, അങ്ങനെ ഇനി നമ്മുടെ ദിയ ചേച്ചിയുടെ അടുത്ത സ്റ്റെപ്പ്. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ഓക്കെ, അത് മനസ്സിലായത് നമുക്ക് ആരെയും പേഴ്സണലി നമുക്ക് അറിയത്തില്ല. വീഡിയോയിൽ അവർ എന്താണോ ചെയ്യുന്നത് അതേ നിങ്ങൾ കാണുന്നുള്ളൂ, അതേ ഔട്ട്സൈഡ് ലോകത്തിന് അറിയാവുള്ളൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്താണ് എന്നെ വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അല്ലെങ്കിൽ മേ ബി ഈവൻ മച്ച് ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കാം ഞാൻ. നിങ്ങൾ അതെ, എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം പുള്ളിയുടെ രീതിയിലായിട്ട് ഞാൻ എൻ്റെ ഈ അടുത്ത സമയത്ത് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, ആഹാരേക്കാളും എന്താ പറയുന്നത്, ആഹാരേക്കാളും ഫേക്ക് ആയിട്ട് നിൽക്കുന്നില്ല. വിവരക്കേടാണെങ്കിലും വള്ളിത്തരമാണെങ്കിലും എല്ലാം വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയുന്ന കാര്യത്തിൽ പുള്ളിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോൾ പേർലിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു തൊടി തട്ട് ചിലപ്പോൾ പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. നിങ്ങൾ വിചാരിക്കും ഡാനി എന്താ മാറ്റി പറയാന്നുള്ള രീതിയിൽ. കാരണം ആ പ്രൊട്ടസ്റ്റ് വിഷയത്തിൽ വന്നപ്പോൾ എനിക്ക് ശരിക്കും പേർലി എന്താണെന്ന് മനസ്സിലായി. പണ്ടേ പേർലി കുറച്ച് കൂടായ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്, നമ്മൾ അത് വീഡിയോ കൂടെ സംസാരിച്ചൊക്കെ ചെയ്തതാണ്. പെട്ടെന്നൊരു നന്മോരം കളിക്കുമ്പോഴേ ഇപ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് ആ ഒരു വീഡിയോ കൂടെ വന്നപ്പോഴത്തേക്ക് ഉഷാരായി. ചേച്ചി പറ. എന്നെ നേരിട്ട് കണ്ടുള്ള ഒരാൾ പോലും എൻ്റെ അടുത്ത് പിന്നീട് നിങ്ങളുടെ അഹങ്കാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ പേഴ്സണലി നോ മൈ സെൽഫ്. ഐ എം എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെല്ലാവരും ഞാൻ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നെ പറ്റിക്കാൻ പറ്റുന്നവരൊക്കെ എന്നെ പറ്റിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അത് എന്നെ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അറിയായിരിക്കും. ഇത് ഞാൻ ഒരു എന്താ പറയുക, ഐ എം നോട്ട് ട്രൈങ് ടു പ്രൂവ് എനിത്തിങ്, പക്ഷെ ഐ എം ജസ്റ്റ് ട്രൈങ് ടു മേക്ക് തിങ്സ് ക്ലിയർ ഓർ ജസ്റ്റ് ഗിവ് എ ക്ലോഷർ ടു ദ പീപ്പിൾ ഹു ജസ്റ്റ് റാൻഡംലി കമ്മിങ് ആൻഡ് ഈ കമന്റ് ഇട്ട് ഇങ്ങനെ മോശമായിട്ട് ഇപ്പൊ അശ്വിൻ്റെ ആയാലും എൻ്റെ ആയാലും നമ്മുടെ ഫാമിലി ലൈഫിൽ ലൈക്ക് ടച്ച് വുഡ് വി ലൈക്ക് വെരി ഹാപ്പി. നമ്മൾ ഭൂമിക്കുട്ടനായാലും നമ്മുടെ ഫാമിലി ലൈഫായിട്ട് വി ആർ ലീഡിങ് വെരി ഹാപ്പിലി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമിലി ലൈഫിലായാലും ഇപ്പൊ എൻ്റെ ഫാമിലിയിലായാലും അശ്വിൻ്റെ ഫാമിലിയിലായാലും ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോളിയാണ്. ഈ വന്ന് എന്ത് ജോളിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുഞ്ഞിൻ്റെ ആദ്യ പിറന്നാളിന് അവർക്ക് കൊടുക്കേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ആ അമ്മയുടെ ഉള്ളിൽ ഒരു പിടപ്പുണ്ടാവും. നിങ്ങൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കാണുമ്പം ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിലൊരു വിഷമം കാണും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇവിടെ ഞങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ കാര്യം മതി. എൻ്റെ പൊന്നോ, എന്തുവാടാ പീലി, എന്നെ പീലി എന്നാണ് വിളിക്കുന്നത് വീട്ടിൽ. എൻ്റെ ഡാനി സത്യൻ എന്നാണ് യഥാർത്ഥ പേര്. വീട്ടിൽ പീലി എന്നാണ് വിളിക്കുന്നത്. എന്തോ പീലി മോനെ നീ കാണിക്കുന്നേ, എന്താടാ നീ ഇങ്ങനെ എന്തോ അമ്മയുടെ സ്നേഹമില്ലേ? എന്തായാലും എല്ലാവരുടെ മനസ്സിൽ ഇത് കാണും. ചിലവരത് പ്രകടിപ്പിക്കും, ചിലത് പ്രകടിപ്പിക്കത്തില്ല. നമ്മളതൊക്കെ അറിഞ്ഞ് കണ്ടങ്ങ് ചെയ്യണം. പറഞ്ഞ് മനസ്സിലായോ? കമന്റ് ഇടുന്നവരാണ് അവര് കരഞ്ഞു അവരെ മൈൻഡ് ചെയ്തില്ല ഇവരെ മൈൻഡിൽ പറഞ്ഞു. ഓഫ് ദ ക്യാമറ വി ആർ ഓൾ ഹാപ്പി. നമ്മുടെ കാലിലൊക്കെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ ഞാൻ ഇപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റിയൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ബിക്കോസ് ഞാൻ ഇങ്ങനെ തന്നെയാണ്. കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് ജീവിക്കാൻ നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ആർക്കും പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ അവരെ വെച്ച് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എനിക്ക് റിയൽ ലൈഫിൽ വേറെ ബിഹേവിയറും ക്യാമറയുടെ മുമ്പിൽ വന്ന് വേറെ പോലെ ബിഹേവ് ചെയ്യുന്ന ചിലവരെ എനിക്കറിയാം. പേഴ്സണലി എനിക്കറിയാം. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, പേർലിമണി തന്നെ. അപ്പൊ എനിക്ക് അതുപോലെ ആവും ഇതുപോലെ ആവുന്ന എൻ്റെ അടുത്ത് ദൈവം ആരും പറയുന്നത്. പ്ലീസ് ഡോണ്ട് കമ്പയർ മീ വിത്ത് എനിബഡി. ഐ ഹാവ് മൈ ഓൺ എനർജി. ഐ പേഴ്സണലി നോ മൈ സെൽഫ്. സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ പണ്ടും ഇന്നും ഇനി എന്നും സഹായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്നും ഐ വോണ്ട് ദിസ് എനർജി ടു ബി വിത്ത് മീ. അതേപോലെ തന്നെ ഇപ്പൊ ആഹാന ആയിക്കോട്ടെ, ഇഷാന ആയിക്കോട്ടെ, ഹൻസിക ആയിക്കോട്ടെ, ഇവരെയൊക്കെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാം. ദേ ആർ ഓൾ ഗുഡ് ഹ്യൂമൻ ബീങ്സ്. ഞങ്ങൾക്ക് മനസ്സിലായി. എടി വസന്തേ അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ ഓലൻ ഉണ്ടാക്കി കൊടുക്കുന്നു അമ്മൂമ്മയ്ക്ക്. എൻ്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എത്ര നല്ല മനുഷ്യരാണെങ്കിൽ ശരി ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ദാനം ചെയ്തതും ആയിക്കോട്ടെ, നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ നിങ്ങൾ ആ ചെയ്ത കാര്യങ്ങൾ ആ അമ്മയുടെ വിഷയത്തിൽ സ്വന്തം അമ്മ സിന്ധു അമ്മ എന്താണ് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കിയേ. അതൊരാൾ പേഴ്സണലി മെസ്സേജ് ചെയ്തു, ഒരു സ്ട്രേഞ്ചർ മെസ്സേജ് അയച്ചു. ആ വ്യക്തിക്ക് ആ അപ്പൂപ്പനായിട്ട് അമ്മൂമ്മ പിറ്റി എന്നതിൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അടിക്കുന്ന വീഡിയോ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണോ? അത് തെറ്റല്ലേ? അവരാണോ ഈ ഹ്യൂമൻ ബീങ്? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക മേഡം. ഒരിക്കലും ഇങ്ങനെയൊന്നും വന്ന് പറയരുത്. ആൾക്കാരെ വെറും ഇതാക്കരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് പോയി ഇതിനെക്കുറിച്ച് സംസാരിച്ച് ബാക്കി അതിനകത്ത് എന്തെങ്കിലും ക്ലിപ്പുകൾ ഉണ്ടോ എന്ന് ഇൻട്രസ്റ്റോടെ വന്ന് നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പറഞ്ഞാൽ മനസ്സിലായി. അങ്ങനെ കിട്ടുന്ന വ്യൂസും കാര്യങ്ങളുമാണ്. ഞാനിപ്പോൾ ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. പിന്നെ സംസാരിക്കാം. നിങ്ങൾ പറ. എല്ലാവർക്കും അവരുടേതായ ഗുഡ് സൈഡ് ഉണ്ട്, ബാഡ് സൈഡ് ഉണ്ട്. അതേപോലെ ഈ കമന്റ് ഇടുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് സൈഡ് ബാഡ് സൈഡ് ഉണ്ട്. ഈ കമന്റ് ചെയ്ത് നമ്മൾ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ സ്വയം നമ്മൾ പോയിന്റ് ചെയ്യുക. ആം ഐ എ ഗുഡ് പേഴ്സൺ? ആം ഐ പെർഫെക്റ്റ്? ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് അപ്പുറത്തെ ഒരാളെ തെറി പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ നമ്മളൊരു റോങ് കമന്റ് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഫിൽട്ടർ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ആം ഐ ബീങ് കൈൻഡ് ഇനഫ്? ഇസ് ദിസ് കമന്റ് നെസസറി? ആം ഐ ഗെയിനിങ് എനിത്തിങ് ഗുഡ് ഔട്ട് ഓഫ് ഇറ്റ്? ഈ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ലോകത്ത് ആരെയും തെറി വിളിക്കാനോ കുറ്റം പറയാനോ തോന്നത്തില്ല. മനസ്സിലായില്ലേ? ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ ജസ്റ്റ് ഡോണ്ട് വാച്ച് മൈ വ്ലോഗ്. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് നിങ്ങളോടും ദേഷ്യമില്ല. ലൈക്ക് എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരായാലും എന്താ പറയാ, എന്റെ നല്ലത്, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്റെ ബ്ലോഗിലൂടെ ആയാലും ചിലപ്പോൾ അറിയാതെ പോലും എന്തെങ്കിലും നല്ല ചെയ്തിട്ടുണ്ടാവാം.
എന്റെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് റിയാക്ഷൻ വീഡിയോ ഇടുന്ന റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കുന്നവരാണ് എനിക്ക് ആക്ച്വലി അറിയേണ്ടത്. അതെന്താ ആരും ചെയ്യാത്തതെന്നാണ് അറിയാത്തത്. ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യും, കണ്ടാൽ ഞാൻ ചെയ്യും. ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലടാ, അതാണ് ഒന്നാമത്തെ വിഷയം. കാര്യമൊക്കെ കാര്യമാണ്, എല്ലാം നെഗറ്റീവായിട്ടാണ് തോന്നുകയും ചെയ്യുന്നത്. പോട്ടെ, എന്തെങ്കിലും നല്ലത് വന്നാൽ ഞാൻ ചെയ്തിരിക്കും, ഉറപ്പാണ്. ഞാൻ പ്രോമിസ് ചെയ്യുന്നു. പിന്നെ തൻ്റെ ഫാമിലിയുടെ ഒരു വിഷയം വന്നപ്പോൾ ഓർമ്മയുണ്ടോ? തൻ്റെ ഓബയോസിയുടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കൂടെ കട്ടക്ക് ചെയ്യുന്നു ആരും നിന്നില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വിട്. ലൈഫ് ഓഫ് അനന്തപുരം ഓർമ്മയുണ്ടോ? ആവോ, ഒരു യൂട്യൂബർ നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോലീസിനൊക്കെ വീട്ടിൽ പറഞ്ഞു പിടിപ്പിച്ചൊക്കെ ഓർമ്മയുണ്ടോ? ആ പുള്ളിയാണ് നിങ്ങൾക്കെതിരെ A to Z കാര്യങ്ങൾ സത്യം പോലെ തെളിവ് സഹിതം എടുത്ത് വെച്ചത്. ഞങ്ങൾ അത്ര ദുഷ്ടന്മാരോ ദ്രോഹികളോ ഒന്നും അല്ല. ഞങ്ങൾ നല്ല മനസ്സുള്ള നല്ല തങ്കക്കൂടങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം എല്ലാവരും ക്യാമറയിലൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ ക്രൂരന്മാരാന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ എത്രമാത്രം പോകുന്നൊക്കെയുള്ള രീതിയിലൊക്കെ. ഓക്കെ, എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ക്രൂരൻ. ഓക്കെ മേഡം പറ. It should not be always negative. No, can be positive also. I know നെഗറ്റിവിറ്റിക്കാണ് കയ്യടി കൂടുതൽ കിട്ടുന്ന, വ്യൂ കിട്ടുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അതേ ഉള്ളൊരു വഴി. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നെഗറ്റീവ് അത് ഒരു പോയിന്റാണ് അവർ പറഞ്ഞത്. ഈ നെഗറ്റീവ് മാത്രം ചില ആൾക്കാർ വെറുക്കുമ്പോൾ ആ വ്യക്തിയുടെ നെഗറ്റീവ് മാത്രം പറയുമ്പോൾ ഇൻട്രസ്റ്റോടെ കേൾക്കുന്ന ആൾക്കാരും വ്യൂവർഷിപ്പ് ഒക്കെ കൂടുമെന്ന് പറഞ്ഞു. കറക്റ്റ് കാര്യമാണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്. രേണുവിൻ്റെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ വന്നപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് വ്യൂ ഇല്ല, ഞാൻ കൊള്ളനുമായി പൈസ മേടിച്ചവനുമായി അങ്ങനെയൊക്കെ ആ കാര്യത്തിൽ ഞാൻ തൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ തൻ്റെ പോസിറ്റീവാണ് പറഞ്ഞത്. എന്നെ പറ്റിയല്ല, നിങ്ങൾ മോശം പറയുന്ന എല്ലാവരെയും പറ്റി ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും നല്ലത് കണ്ടുപിടിക്കാൻ പറ്റും അവരുടെ ലൈഫിൽ. എന്നാൽ അവരെ പറ്റി ഒരു പോസിറ്റീവ് റിയാക്റ്റീവ് വീഡിയോ ഇടുക. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് റിയാക്ഷൻ വീഡിയോ കണ്ടു തുടങ്ങിയാലോ? ദാറ്റ് വുഡ് ബി നൈസ് ടു, റൈറ്റ്? Why be so rude? Why be so cruel? നമ്മുടെ ലോകം ഇപ്പൊ അങ്ങനെയായി മാറിയിരിക്കുക. സോ ലെറ്റ്സ് ഓൾ ബി മോർ കൈൻഡ് ആൻഡ് ലവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. അത് ആരായാലും എന്തായാലും, ആണായാലും പെണ്ണായാലും വയസ്സായ ആളായാലും നമ്മളെ അവര് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി വല്ലതും അറിയാവോ? ഇല്ല. എന്നുണ്ടെങ്കിൽ ഡോണ്ട് കമന്റ് എനിത്തിങ്. മനസ്സിലായില്ലേ? നല്ലത് കമന്റ് ചെയ്യണമെന്നില്ല. ആരുടെയും ഒന്നിന്റെ അടിപ്പ് നിങ്ങൾ നല്ലത് കമന്റ്, ബിക്കോസ് ഫ്രീ ആയിട്ട് നിങ്ങൾ ആർക്കും നല്ലത് കൊടുക്കണ്ട. പക്ഷെ ഫ്രീ ആയിട്ട് മോശം കൊടുക്കാമെങ്കിൽ നല്ലതും കൊടുക്കാമല്ലോ. അത്ര ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നോ നന്മമരമേ. സോറി. ഇപ്പം ഈ മുഖത്ത് കാണുന്ന സത്യം പറഞ്ഞാൽ ദിയല്ല സംസാരിക്കുന്നത്, കൃഷ്ണകുമാറാണ്. ഇപ്പോൾ സംസാരിക്കുന്ന കൃഷ്ണകുമാറിനെ എനിക്ക് കാണാൻ പറ്റുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് കൃഷ്ണകുമാറിനെ കാണാൻ പറ്റുന്നത്. മോളെ സെറ്റ്. ഇതുപോലെ നിനക്ക് സംസാരിച്ചായിരുന്നെങ്കിൽ നീ ഇപ്പം ആരായനെ? നീന്ന് വിളിച്ചു, സോറി ദിയ, ആരായനെ? So yeah, let's all end this video in a very positive note. എന്നെ സ്നേഹിക്കുന്നവരോട് എല്ലാവരോടും I love you all so much. Thank you so much for supporting me all these years. Thank you so much for supporting my family. എല്ലാവർക്കും, എൻ്റെ ഫാമിലിയുള്ള എല്ലാവരെയും ഇന്നും സ്നേഹിച്ച് നിൽക്കുന്നവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ലെറ്റ്സ് ട്രൈ ഡൂയിങ് പോസിറ്റീവ് വീഡിയോസ്. ഇപ്പോൾ ദിയ കൃഷ്ണ ജീവിതത്തിൽ എന്തൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്താലോ? അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. വ്യൂ കുറവായിരിക്കും, എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നത് ചിലപ്പോൾ കുറവായിരിക്കാം. ബട്ട് ദൈവം എന്ന് പറഞ്ഞ ആളെല്ലാം കാണുന്നുണ്ടല്ലോ. മേ ബി you will also get some positive energy out of it. So let's all be kind to it. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യം. അവർ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. കാരണം പല കേസുകളിലും സത്യം തുറന്നു പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾ തെളിവ്. ഇപ്പം ഒരു പയ്യനെ, എന്തോ എൻ്റെ പേര് നീരജോ, ഒരു പയ്യനെ സാറ് കാരണം അവൻ പെരയുടെ മണ്ടയ്ക്കൊന്ന് ചാടി ആത്മഹത്യ ചെയ്തൊക്കെ ഒരു വീഡിയോ ഉണ്ട്. ജീവിതം അവസാനിപ്പിച്ച ഒരു വീഡിയോ അല്ല, ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അവൻ ഒരുപാട് ആൾക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത കഥകളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ കറക്റ്റ് സത്യസന്ധമായിട്ട് പറയാം. അപ്പോൾ എന്നെ തന്തയ്ക്കും തള്ളയ്ക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ അത് വീണ്ടും തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ താൻ പറയുന്നത് യോജിക്കുന്നുണ്ട്. അങ്ങനെ വ്ലോഗ് സംസാരിച്ച് ഞാൻ അവസാനം ചെന്നൈയിലെത്തി. ചെന്നൈയിലെത്തി. ഇത് സംഭവം എന്ന് വെച്ചാൽ പ്രൊമോഷന്റെ കാര്യമാണ് കേട്ടോ. ആ ഒരു വീഡിയോയിലെല്ലാം പുള്ളിക്കാരി എല്ലാം പറഞ്ഞിട്ട് അവസാനം പുള്ളിയുടെ മെത്തേഡ് പ്രൊമോഷൻ. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ do like, share and subscribe my channel. We can all be kind and positive towards. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് മറ്റേ സംഭവമാണ്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും അത് ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തെങ്കിലും നല്ലത് വരുമ്പോൾ നല്ലതെന്ന് പറയുന്നതിന് ഒരു മടിയില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ചേച്ചീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ചേച്ചീൻ്റെ വീഡിയോ ഇല്ല, എൻ്റെ വീഡിയോ. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരി, പിന്നെ ചില്ലായിട്ടിരി. ഹാപ്പി ഓണം അഡ്വാൻസ് അതുകൊണ്ടിരിക്കട്ടെ. ബൈ, ലവ് യു ഓൾ.